Good morning all. Welcome to today's English class. In the last class, we discussed about how to develop a diary entry. We discussed in detail the structure and how to develop it. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഡയറി എൻട്രി എങ്ങനെയാണ് എഴുതുക എന്നാണ് നമ്മൾ പരിചയപ്പെട്ടത്. And I have given one homework also. Could you complete the diary entry of Tansen individually? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ടാൻസിൻ്റെ ഡയറി എഴുതാനായിട്ട് സാധിച്ചോ? And what about the teacher's version? Did you copy the teacher's version to your notebook? Teacher's version notebookilekku copy ചെയ്തില്ലേ? Hope you all understood how to develop a diary entry. Okay, now we can move to our next activity. Open your textbook, page number 56, activity 4A. We can read the question. Tansen was one of the greatest Hindustani classical singers in India. The music has always charmed and inspired millions. Have you heard Michael Jackson, a popular musician of our time? Let's read about him. നിങ്ങൾ മൈക്കൽ ജാക്സനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മുടെ ഏറ്റവും അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി അല്ലേ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോപ്പ് സിംഗറാണ് മൈക്കൽ ജാക്സൺ. ആൻഡ് ഹിയർ in our textbook, a small paragraph about Michael Jackson is given. We can read it. What is the title of the paragraph? An excerpt from Moonwalk, the memoir of Michael Jackson. After reading this paragraph, we can discuss what is a memoir. ഈ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു മെമ്മോയർ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. So I am reading the paragraph. Look into your textbook. Read with me. I have always wanted to be able to tell stories, stories that come from my soul. I would like to sit by a fire and tell people stories, make them see pictures, make them cry and laugh, take them anywhere emotionally with something as deceptively simple as words. I would like to tell tales to move their souls and transform them. I have always wanted to be able to do that. Imagine how the great writers must feel knowing they have that power. I sometimes feel I could do it. It's something I would like to develop. In a way, songwriting uses the same skills, creates the emotional highs and lows, but the story is a sketch. It's Quicksilver. There are very few books written on the art of storytelling, how to grip listeners, how to get a group of people together and amuse them. No costumes, no makeup, no nothing. Just you and your voice and your powerful ability to take them anywhere to transform their lives, if only for minutes. What do you understand by the paragraph? ഈ പാരഗ്രാഫിൽ എന്താണ് മനസ്സിലായത്? മൈക്കൽ ജാക്സൺ അദ്ദേഹത്തിന് സ്റ്റോറി ടെല്ലിങ്ങിനോടുള്ള അദ്ദേഹത്തിന് ഇഷ്ടം ഈ പാരഗ്രാഫിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് പ്രധാനമായും ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണ് ഒരു മെമ്മോയർ എന്നുള്ളതാണ്. മെമ്മോയർ എന്ന വാക്കിന്റെ മലയാള അർത്ഥം ഓർമ്മക്കുറിപ്പ് എന്നുള്ളതാണ്. നിങ്ങൾ മലയാളത്തിലൊക്കെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ടാവും. മെമ്മോയറിന് മറ്റൊരു വാക്ക് കൂടിയുണ്ട്, ഓട്ടോബയോഗ്രഫി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മലയാളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഓട്ടോബയോഗ്രഫി എന്താണ്? ആത്മകഥ എന്നുകൂടി ഇതിനെ പറയും. ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത? ഇറ്റ് ഷുഡ് ബി റൈറ്റ് ഇൻ ഫസ്റ്റ് പേഴ്സൺ. അതായത് ഒരാള് അയാളുടെ സ്വന്തം ജീവിതാനുഭവങ്ങൾ പാരഗ്രാഫായി അല്ലെങ്കിൽ ഒരു പുസ്തകമായിട്ടൊക്കെ എഴുതുമ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് എഴുതുക അല്ലെ? അതേപോലെ തന്നെ മൈക്കൽ ജാക്സന്റെ ഈ പാരഗ്രാഫ് മെമ്മോയറിന് ഒരു എക്സാമ്പിൾ ആണ്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന നോക്കൂ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കൂ. ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ബി ഏബിൾ ടു ടെൽ സ്റ്റോറീസ്. എനിക്ക് എപ്പോഴും കഥകൾ പറയാൻ ഒരുപാട് ഇഷ്ടമാണ്. സ്റ്റോറീസ് എപ്പോഴും ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. എനിക്കൊരു ഒരു തീയിൻ്റെ അടുത്തിരുന്നു കൊണ്ട് ജനങ്ങളോട് സ്റ്റോറി പറയുക എന്നുള്ളത് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെയും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ഒരു പുസ്തകത്തിൽ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇതൊരു മെമ്മോയറിന് എക്സാമ്പിൾ ആണ്. ലെറ്റ്സ് ഡിസ്കസ്. അതിന് തൊട്ട് താഴെ നോക്കിക്കോളൂ. ഹു ഹാസ് റിട്ടൺ ദ എക്സാം. ഇത് ആരാണ് ഈ പാരഗ്രാഫ് എഴുതിയിട്ടുള്ളത്?
Yes, it is written by Michael Jackson. The author himself has written it. മൈക്കൽ ജാക്സനെ കുറിച്ച് വേറെ ആരെങ്കിലും എഴുതിയതാണോ ഇത്? അല്ല, മൈക്കൽ ജാക്സൺ സ്വയമായി അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയതാണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഇറ്റ് ഈസ് ഹിസ് മെമ്മോയർ. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മക്കുറിപ്പാണ്. മനസ്സിലായോ? അവിടെ 2 പാരഗ്രാഫുകൾ, 2 ബോക്സുകൾ തന്നിരിക്കുന്ന കണ്ടില്ലേ? നമുക്ക് അതൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ബോക്സിൽ എന്താണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്? വെൻ മൈക്കൽ ജാക്സൺ റൈറ്റ്സ് അബൌട്ട് ഹിംസെൽഫ്. മൈക്കൽ ജാക്സൺ സ്വയം അദ്ദേഹത്തിനെ കുറിച്ച് എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഫസ്റ്റ് ബോക്സിൽ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് ബോക്സിലോ, വെൻ യു റൈറ്റ് അബൌട്ട് മൈക്കൽ ജാക്സൺ. നിങ്ങൾ മൈക്കൽ ജാക്സനെ കുറിച്ച്, നമ്മൾ മൈക്കൽ ജാക്സനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് എഴുതുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരിക എന്നുള്ളതാണ് ആ 2 ബോക്സുകളിൽ തന്നിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം സെന്റൻസുകൾ. ശരി, ആദ്യത്തെ പോയിന്റ്, ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ബി ഏബിൾ ടു ടെൽ സ്റ്റോറീസ്. അപ്പുറത്തെ ബോക്സിൽ എങ്ങനെയായി നോക്കൂ. He had always wanted to be able to tell stories. അവിടെ എന്ത് മാറ്റമാണ് വന്നത്? ഐ എന്നുള്ള ഫസ്റ്റ് പേഴ്സൺ അപ്പുറത്തേക്ക് വന്നപ്പോൾ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഹി എന്നായി മാറി. സ്വയമായി എഴുതുമ്പോൾ ഞാൻ എന്നാണ് പറയുക. പക്ഷെ നമ്മൾ മറ്റൊരാളെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം എന്നാണ് നമ്മൾ എഴുതാറ്, അല്ല, അല്ലെങ്കിൽ നമ്മൾ പേര് ഉപയോഗിക്കും, അല്ലെങ്കിൽ പ്രോനൗൺസ് ആയിട്ടുള്ള ഹി ഷി ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എഴുതും. ഇതാണ് ഒരു മെമ്മോയറും. അടുത്ത ആ കാറ്റഗറിയെ നമ്മൾ പറയുന്ന പേരാണ് പ്രൊഫൈൽ. എന്താണ് പറയാ? പ്രൊഫൈൽ. നിങ്ങൾ ബയോഗ്രഫി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. മലയാളത്തിലെ ജീവചരിത്രക്കുറിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ഫേമസ് ആയിട്ടൊരാളെ പറ്റി നമ്മൾ പഠിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം അല്ലാതെ മറ്റൊരാളാണ് എഴുതുന്നതെങ്കിൽ, ഇപ്പൊ ഗാന്ധിജിയുടെ ജീവചരിത്രക്കുറിപ്പ്, ഇപ്പൊ ഗാന്ധിജിയെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പൊ നമ്മൾ ഗാന്ധിജിയെ പറ്റി ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ എന്താണ് എഴുതുക? ഗാന്ധിജി ഇന്ന ദിവസം ജനിച്ചു, അദ്ദേഹം എവിടെയാണ്, പോർബന്തറിലാണ് ജനിച്ചത്, അദ്ദേഹം അങ്ങനെ നമ്മൾ എഴുതും. ഗാന്ധിജി അല്ലെങ്കിൽ ഹി എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷെ ഗാന്ധിജി സ്വയമായിട്ട് എഴുതുമ്പോഴോ ഐ വാസ് ബോൺ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അതാണ് ഈ മെമ്മോയറും പ്രൊഫൈലും തമ്മിലുള്ള വ്യത്യാസം. പരീക്ഷയ്ക്ക് മെമ്മോയർ ഇതേവരെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ പ്രൊഫൈൽ ചോദിക്കാറുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് അടുത്ത യൂണിറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. മെമ്മോയറും പ്രൊഫൈലും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനിയും പഠിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ടീച്ചർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് കൂടി നമുക്ക് നോക്കാം. ഐ വുഡ് ലൈക്ക് ടു സിറ്റ് ബൈ എ ഫയർ ആൻഡ് ടെൽ പീപ്പിൾ സ്റ്റോറീസ്. അതിനെ പ്രൊഫൈൽ ആക്കിയപ്പോ എന്ത് മാറ്റം വന്നു? ഹി വുഡ് ലൈക്ക് ടു സിറ്റ് ബൈ ദ ഫയർ ആൻഡ് ടെൽ പീപ്പിൾ സ്റ്റോറീസ്. ഐ എന്നുള്ളത് ഹി ആയിട്ട് മാറും. വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി തൊട്ട് താഴെ നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ സെന്റൻസസ് ഗിവൺ ബിലോ, അല്ല ഗിവൺ എബവ്. തൊട്ട് മുകളിൽ തന്നിട്ടുള്ള സെന്റൻസുകൾ എന്ത് മാറ്റമാണ് ഉള്ളത്? 2 ബോക്സുകളിലെ സെന്റൻസുകളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അവിടെ സബ്ജക്റ്റുകളാണ് മാറുന്നത്. ഫസ്റ്റ് ബോക്സിൽ ഐ എന്ന് പറഞ്ഞത് ദാറ്റ് ഫസ്റ്റ് പേഴ്സൺ ചേഞ്ച്ഡ് ഇൻ ടു തേർഡ് പേഴ്സൺ. അതല്ലേ അതിൽ പ്രധാന മാറ്റം? അതെ. അപ്പൊ അതിന്റെ ബോക്സിൽ താഴെ എഴുതിയിരിക്കുന്നത് വായിക്കൂ. വെൻ എ പേഴ്സൺ റൈറ്റ്സ് അബൌട്ട് ഹിംസെൽഫ് ഐ ഈസ് യൂസ്ഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് പേഴ്സൺ. ഒരു വ്യക്തി അയാളെ കുറിച്ച് തന്നെയാണ് എഴുതുന്നതെങ്കിൽ ഐ ആണ് ഉപയോഗിക്കുക, അതായത് ഫസ്റ്റ് പേഴ്സൺ. വെൻ സംവൺ റൈറ്റ്സ് അബൌട്ട് അതേഴ്സ്, ഒരാള് മറ്റൊരു വ്യക്തിയെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ ഹി ഈസ് യൂസ്ഡ്. ഹി അല്ലെങ്കിൽ ഷീ അങ്ങനെയുള്ള തേർഡ് പേഴ്സൺ ആണ് നമ്മൾ ഉപയോഗിക്കുക. വെൻ ഹി ഈസ് യൂസ്ഡ് ഇറ്റ് ബിക്കംസ് എ പ്രൊഫൈൽ. തേർഡ് പേഴ്സൺ ഉപയോഗിച്ച് എഴുതുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഫൈൽ. ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിച്ച് എഴുതുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് മെമ്മോയർ ഓർ ഓട്ടോബയോഗ്രഫി. മനസ്സിലായോ? ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, നൗ റീറൈറ്റ് ദ മെമ്മോയർ ഓഫ് മൈക്കൽ ജാക്സൺ ഇൻ ടു എ പ്രൊഫൈൽ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വായിച്ച മൈക്കൽ ജാക്സന്റെ ഈ മെമ്മോയറിനെ ഒരു പ്രൊഫൈൽ ആക്കിയാൽ എങ്ങനെയുണ്ടാവും? ആ മൊത്തം പാരഗ്രാഫിനെ ഒരു പ്രൊഫൈലായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് മാറ്റം വരികയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? എങ്ങനെയാ തുടങ്ങുക? പേര് വെച്ചിട്ട് വേണം തുടങ്ങാനായിട്ട്. ഇവിടെ ഐ ഹാവ് ഓൾവേസ് എന്നുള്ളത് എന്തായിട്ട് മാറും? മൈക്കൽ ജാക്സൺ ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു ബി ഏബിൾ ടു ടെൽ സ്റ്റോറീസ് ദാറ്റ് കെയിം ഫ്രം ഹിസ് സോൾ. He would like to sit by a fire and tell people stories, make them see pictures,
make them cry and laugh, take them anywhere emotionally with something as deceptively simple as words. അല്ലെ, അടുത്തത് he would like to. അങ്ങനെയാണ് മാറ്റം വരും. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടൊരു ആക്ടിവിറ്റിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതിക്കോളൂ. ബുദ്ധിമുട്ടാണെങ്കിൽ ടീച്ചേഴ്സ് വേർഷൻ തരാം. ഇനി അടുത്ത ആക്ടിവിറ്റി ബിയും കൂടി നമുക്കൊന്ന് നോക്കാം. അവിടെ മറ്റൊരാളുടെ പിക്ചർ കാണുന്നുണ്ടല്ലോ, അതാരാണ്? യെസ്, AR റഹ്മാൻ. ഇത് AR റഹ്മാന്റെ ഒരു ബയോഗ്രഫി അല്ലെങ്കിൽ പ്രൊഫൈലാണ് തന്നിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. AR റഹ്മാൻ ഈസ് പോപ്പുലർലി നോൺ ആസ് എ മാൻ ഹു ഹാസ് redefined contemporary Indian music. He is hailed by the Time magazine as the Mozart of Madras. AR റഹ്മാനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ്. അദ്ദേഹം ഒരു കണ്ടംപററി ഇന്ത്യൻ മ്യൂസിക്കിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ടൈം മാഗസിൻ അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് മൊസാർട്ട് ഓഫ് മദ്രാസ് എന്നാണ്. റഹ്മാൻ pursued music as a career from very young age. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മ്യൂസിക് പഠിച്ചിരുന്നു. 1991 he noted film maker മണിരത്നം offered റഹ്മാൻ a movie called റോജ. നമ്മുടെ മണിരത്നം സംവിധാനം ചെയ്ത റോജ എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ കരിയർ കൂടുതലായിട്ടും ശോഭിക്കുന്നത്. who brought him national wide fame and many awards. ആ ചിത്രത്തിലെ സംഗീത സംവിധാനത്തിന് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളും പ്രശസ്തിയും ലഭിക്കുകയുണ്ടായി. റഹ്മാൻ വാസ് won the national award 3 times. 3 തവണ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി. 2008 റഹ്മാൻസ് വർക്ക് gained global prominence with his score for the film Slumdog Millionaire. എന്ന സിനിമയ്ക്ക് വേണ്ടി ലോക ശ്രദ്ധ ആകർഷിക്കാൻ 2008 അദ്ദേഹത്തിന് സാധിച്ചു. റഹ്മാൻ ഹാസ് ബീൻ bestowed with the പത്മഭൂഷൺ ആൻഡ് പത്മശ്രീ. പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്, പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ നാഷണൽ സിവിലിയൻ ഓണേഴ്സ് ആയിട്ടുള്ള ഈ 2 അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കുകയുണ്ടായി. ഹി വാസ് ഓൾസോ നെയിംഡ് ബൈ ദ ടൈം വൺ ഓഫ് ദ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് ഇൻ 2009. 2009 ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് മേൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന 100 വ്യക്തികളിൽ ഒരാളായി റഹ്മാനെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഈ പാരഗ്രാഫ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു പ്രൊഫൈലാണ്. കാരണം ഏറ്റവും ആദ്യം തന്നെ AR റഹ്മാൻ പേരുപയോഗിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. റഹ്മാൻ സ്വയമായിട്ട് എഴുതുകയായിരുന്നെങ്കിലോ അതെ I എന്ന് പറഞ്ഞ് തുടങ്ങിയാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പ്രൊഫൈലും മെമ്മോയും തമ്മിലെ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന്റെ തൊട്ട് താഴെ ഇതാ ഇപ്പോൾ നമ്മൾ AR റഹ്മാന്റെ ഈ ഒരു പ്രൊഫൈല് മെമ്മോയർ ആക്കാനുള്ള ഒരു ചോദ്യം കൂടി തൊട്ട് താഴെ കാണും. നിങ്ങൾ കണ്ടില്ലേ? റീഡ് ദ പ്രൊഫൈൽ ഓഫ് AR റഹ്മാൻ, ഇമാജിൻ ദാറ്റ് യു ആർ AR റഹ്മാൻ ആൻഡ് റീറൈറ്റ് ദ പ്രൊഫൈൽ ഇൻ ടു എ മെമ്മോയർ. ഈ പ്രൊഫൈലിനെ ഒരു മെമ്മോയർ ആക്കൂ. ആദ്യത്തെ 2 സെന്റൻസുകൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. I am popularly known as the man who has redefined contemporary Indian music. I was hailed by the Time magazine as the Mozart of Madras. കണ്ടോ? ആ 2 സെന്റൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി അടുത്ത സെന്റൻസുകൾ മുതലാണ്. റഹ്മാൻ pursued എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ. അതെന്തായിട്ട് മാറും? I pursued എന്നായിട്ട് മാറും അല്ലെ. I pursued music as a career from a very young age. In 1991, the noted filmmaker Maniratnam offered me എന്നായിട്ട് മാറും അല്ലെ. offered me a movie called Roja, which brought me national wide fame and many award. അവിടെ me എനിക്ക് എന്നുള്ള അർത്ഥത്തിലായിട്ട് മാറും. വളരെ എളുപ്പമുള്ള 2 ആക്ടിവിറ്റികളാണ് മെമ്മോയറും പ്രൊഫൈലും. 2ന്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 ഹോംവർക്കുകളാണ് തന്നിട്ടുള്ളത്. നോട്ട് ബുക്കിൽ എഴുതിക്കോളൂ. ടെക്സ്റ്റ് ബുക്കിലും 2 സെന്റൻസ് എങ്കിലും നിങ്ങൾ എഴുതണം. ആദ്യത്തെ ഹോംവർക്ക് ഇതായിരുന്നു. മൈക്കൽ ജാക്സന്റെ മെമ്മോയർ പ്രൊഫൈലായിട്ട് എഴുതുക. രണ്ടാമത്തത് AR റഹ്മാന്റെ പ്രൊഫൈല് മെമ്മോയർ ആയിട്ടും എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിച്ചാൽ ടീച്ചർ അതിന്റെ ടീച്ചേഴ്സ് വേർഷനും കൂടി തരാം. Hope you understood today's class. So we can meet in the next class. Thank you.